ഗൈസ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് KEAMI 2026 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിഞ്ഞിട്ടിരിക്കുകയാവും. അപ്പോൾ ഏകദേശം ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ ഓരോ കോളേജസിൽ ലാസ്റ്റ് ഏതൊക്കെ കാറ്റഗറിയിലാണ് റാങ്ക് കയറിയിരിക്കുന്നത് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ എനിക്ക് വീണ്ടും പറയുന്നത് വെച്ചാൽ ഇത് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ആണ്, ഒഫീഷ്യൽ ഇതുവരെ വന്നിട്ടില്ല. നാളെയാണ് നിങ്ങളുടെ ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ്. ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് 6 മണി വരെയാണ്. നാളെ 26-ാം തീയതി 6 മണി വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊവിഷണൽ ലിസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾക്കാട്ടും താഴെ റാങ്കിൽ ഒരു വരെ നിങ്ങളുടെ കാറ്റഗറിയിൽ കോളേജസിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഡിഫക്റ്റ് ആയിട്ട് CK Info എന്നുള്ള ആ ഒരു മെയിൽ ID ഞാൻ ഓൾറെഡി ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. അതിലേക്ക് എന്ത് ചെയ്യുക, മെയിൽ ചെയ്യുക. അതിൽ ലാസ്റ്റ് ഡേറ്റ് പറയണ നാളെ 6 മണി വരെ മാത്രമാണ്. അപ്പോൾ അത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 27-ാം തീയതിയാണ് ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് വരിക. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണലിൽ ഓരോ കോളേജസിൽ ലാസ്റ്റ് ഓരോ കാറ്റഗറീസിൽ എത്ര കയറിക്കണമെന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഓരോ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആലപ്പുഴ പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ 625 ജനറലിലത്തെ ഒരു കുട്ടി ആലപ്പുഴ കൊടുത്തിരുന്നു, പക്ഷേ കുട്ടി കിട്ടിയില്ല. കുട്ടിയുടെ റാങ്ക് വരുന്ന 600ഒക്കെയാണ്, പക്ഷേ 625 കുട്ടി കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് അത് ഡിഫക്റ്റ് ആണ്. ബിക്കോസ് തന്നെക്കാട്ടി താഴെ റാങ്ക് ഇല്ല എന്ന് വെച്ചാൽ 625 വരെ കിട്ടി, 600 കുട്ടി കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഡിഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ കാറ്റഗറീസിൽ ഏതൊക്കെ റാങ്ക് വരെ കയറിക്കണം, നിങ്ങളുടെ റാങ്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ റാങ്ക് അവിടെ മിസ്സായിക്കുകയാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് കോമൺ ആയിട്ട് വരലില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 600-700 റാങ്കിലവർക്കൊന്നും കിട്ടാതിരുന്നിട്ടുണ്ടാവും. പിന്നെ കുറേ എന്താ പറയുക, അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിഫക്റ്റ് ക്ലിയർ ഇല്ല ടൈം നാളെ 6 മണി വരെ മാത്രമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കി ഇനി ഏകദേശം എല്ലാ കോളേജസിൻ്റെയും ലാസ്റ്റ് കാറ്റഗറി റാങ്കാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നോക്കുമ്പോൾ ഇത്രയും കോളേജസിൽ ഇത്രയും ഗവൺമെൻറ് കോളേജസ് ആണ്. ഇത്രയും വയനാട് ഗവൺമെൻറ് കോളേജസ്, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, മഞ്ചേരി, പാലക്കാട്, പത്തനംതിട്ട, തൃശ്ശൂർ, ട്രിവാൻഡ്രം, വയനാട്, ഇത്രയും 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് ഓരോ കാറ്റഗറീസിൽ എത്ര കയറി എന്ന് നോക്കാൻ പോണേ. അപ്പോൾ SM നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ എക്സ്റ്റെൻഡ് ആയി പോകുള്ളൂ. ഏകദേശം ഒരു കാറ്റഗറിയിൽ ടോപ്പ് കയറിയത് ഏത് റാങ്കാണ്, ഏത് കോളേജിലാണെന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ SM നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 721 ഓക്കെ. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയാണ്, പക്ഷേ 720 എവിടെ കയറിയിട്ടുണ്ട്, എറണാകുളം. അപ്പോൾ ഒരു റാങ്കിൻ്റെ മാറ്റാം. 720 ലാസ്റ്റ് റാങ്ക് ജനറൽ എവിടെ കയറിയിട്ടുണ്ട്, എറണാകുളം കയറിയിട്ടുണ്ട്. 721 മഞ്ചേരി. അതെന്താ അങ്ങനെ വരുന്നത് വെച്ചാൽ, നിങ്ങൾ പ്രയോറിറ്റി ഇപ്പോൾ എറണാകുളം ഫസ്റ്റ് കൊടുത്ത കുട്ടിക്കാണെങ്കിൽ 720 കുട്ടി അവിടെ കയറും. ചിലപ്പോൾ ഈ 721 കൊടുത്ത കുട്ടി മഞ്ചേരി അവൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ, നിങ്ങളുടെ ചോയ്സ് ഫീലിങ്ങിൻ്റെ മാറ്റമുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കാറ്റഗറീസിൻ്റെ മാറ്റമുണ്ട്. ജനറലിൻ്റെ ഉണ്ടല്ല, ജനറലിൽ ഇപ്പോൾ ലാസ്റ്റ് കയറിക്കുന്നത് 721 അത് മഞ്ചേരിയിലാണ്. അതിനുവേണ്ടി MUയിൽ 700 ആവില്ല, BHൽ 700 ആവില്ല, SCയിൽ 700 ആവില്ല, STയിൽ ചിലപ്പോൾ 1000+ പോയിട്ടുണ്ടാവും. അങ്ങനെ പല കാറ്റഗറീസിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ കാറ്റഗറി അലോട്ടഡ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് SM എന്നില്ല മാത്രമല്ല, ഏത് കാറ്റഗറിൻ്റെ ബേസിസിലാണ് ആ കുട്ടിക്ക് അവിടെ സീറ്റ് കിട്ടിയിരിക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ SM ആദ്യം ഫുൾ സീറ്റ് നോക്കും. അപ്പോൾ കുട്ടിക്ക് SM കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് വല്ല കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ കാറ്റഗറി പരിഗണിക്കും. ഇപ്പോൾ SM ഒരു കുട്ടിയാണെങ്കിൽ 700 റാങ്കിലൊരു കുട്ടി 700 റാങ്കിലൊരു കുട്ടിക്ക് SM കിട്ടണില്ല വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി ഏത് കാറ്റഗറിയാണ് നോക്കും, അപ്പോൾ MU നോക്കും. അപ്പോൾ MUയിൽ ആ കുട്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ നോക്കുക. അങ്ങനെ കുട്ടീനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലാണ്, ആ കുട്ടിക്ക് SM വഴിയാണ് കിട്ടി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറിയും കൂടി കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫക്റ്റ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്കൊരു സീറ്റ് അങ്ങനെ വെറുതെ മിസ്സാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ SMൻ്റെ കാര്യമാണ് ഇത് പറഞ്ഞത്. അടുത്ത EZൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 1623 അത് കയറിയിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡാണ്. EZ ഈഴവയുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 1623, അത് കാസർഗോഡ്. അടുത്ത MUയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 956 അതും വരുന്നത് കാസർഗോഡാണ്. അപ്പോൾ MUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 956. ഞാൻ വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 950 അല്ലെങ്കിൽ 940 MUയിൽ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, കുട്ടിയെ റിപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് MUയിൽ ലാസ്റ്റ് 956 വരെ എവിടെ കയറിയിട്ടുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ റാങ്കിൽ ഇത് വീഡിയോനെ അത്രയും പറയുന്നത് വെച്ചാൽ, വീഡിയോൻ്റെ ഈ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇന്നൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ. കാരണം ലാസ്റ്റ് റാങ്ക് 956 വരെ MUയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 956, 1623, 721 എന്നൊക്കെ പറയുന്നത് കേരള റാങ്കാണ്, കാറ്റഗറി റാങ്ക് അല്ല കേട്ടോ. അതിനെ വീണ്ടും പറയണം, അങ്ങനെ ഒരു ഡൗട്ട് വരാൻ പാടില്ല. അത് കേരള റാങ്കാണ്, കാറ്റഗറി റാങ്ക് അല്ല. അടുത്ത BHൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ BHൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 2166 ഇത് വയനാടാണ്. ഓക്കെ, 2166 കയറിയിട്ടുണ്ട് BHൻ്റെ അണ്ടറിൽ. അത് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാടാണ്. അടുത്തത് LAൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 3212. ഓക്കെ, LAൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ 3212 വരെ LAൻ്റെ അണ്ടറിൽ കയറിയിട്ടുണ്ട്. അതെവിടെയാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ EZും MUയും LAയിലും ഒക്കെ ലാസ്റ്റ് റാങ്ക് കയറിയിരിക്കുന്നത് എവിടെയാണ്,
കാസർഗോഡാണ്. ഇത് പ്രൊഫഷണലിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ബേസിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നത് കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് പ്രൊഫഷണലി കോളേജ് വന്നിട്ടുണ്ട് ഫസ്റ്റിൽ മാറ്റങ്ങൾ വരുമോ, ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ്. ഇപ്പോൾ MCCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിക്കാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ലാസ്റ്റിൽ കുറച്ച് റാങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ വേരിയേഷൻസ് അല്ല, എന്നാലും ചെറുത്. അതേപോലെ എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, എന്നാലും അധികം വേരിയേഷൻസ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് വിചാരിച്ച് ഈ സീറ്റ് കിട്ടിയ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകരുത്. ഒഫീഷ്യലി വന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, കോളേജിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇത്രയും നോക്കിയാൽ കൂടുതൽ കയറിയിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡാണ്. അടുത്ത DVയുടെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 5512. അതും എവിടെ കയറിയിരിക്കുന്നത്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് DVയിൽ. അടുത്ത VKൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 2012. അതും കയറിയിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് തന്നെയാണ്. അടുത്ത BXൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 3193 BXൻ്റെ അണ്ടറിൽ. BXകാരൊക്കെ ഉണ്ടെങ്കിൽ 3000 ഒക്കെ റാങ്ക് വരുന്നവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ 3193 വരെ എവിടെ കയറിയിട്ടുണ്ട്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് ലാസ്റ്റ് റാങ്കാണ്. ഓക്കെ, ഇനി ബാക്കി ഇതിൻ്റെ ഇടയിൽ 3072 ഓരോ കോളേജസിൻ്റെ റാങ്ക് നിങ്ങൾക്ക് നോക്കട്ടെ. കാരണം ഞാൻ വീഡിയോ വല്ലാണ്ട് എക്സ്റ്റെൻഡ് ആയി പോകേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ കോഴിക്കോടിലൊരു കുട്ടിക്ക് അറിയണം, കോഴിക്കോട് ഇപ്പോൾ SMൻ്റെ അണ്ടറിൽ ഫസ്റ്റ് ഫേസിൽ കയറിയെന്ന് വെച്ചാൽ പ്രൊഫഷണൽ കയറിയിരിക്കണം 144. അപ്പോൾ കുട്ടിക്ക് ഡൗട്ട്, ആ കുട്ടി റാങ്ക് വരുന്ന ഒരു 160 കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടാവും സെക്കൻഡിൽ കൊടുത്താൽ ചിലപ്പോൾ കുട്ടി കോഴിക്കോട് കിട്ടിയെന്ന് വരാം. കാരണം ഫസ്റ്റിൽ 144 വരെ ജനറൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 160 കുട്ടിക്ക് സെക്കൻഡിൽ കിട്ടിയെന്ന് വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുക. ഞാൻ വീഡിയോ എക്സ്റ്റെൻഡ് ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഓരോ കാറ്റഗറീസിൻ്റെ ടോപ്പ് റാങ്ക് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നാളെ 6 മണിൻ്റെ മുന്നേ ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാൻ എളുപ്പമാവിച്ചിട്ടാണ്. അടുത്ത KNൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 8820. അതും വരുന്നത് എവിടെയാണ്? കാസർഗോഡ് മെഡിക്കൽ കോളേജാണ്. അടുത്ത KUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 17,000. ഓക്കെ, KUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 17,359. ഏകദേശം കേരള റാങ്ക് 17,359 ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് KUൻ്റെ അണ്ടറിൽ കയറിയിട്ടുള്ളത്. ഇനി SCയുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 11,314. അതും വന്നിരിക്കുന്ന കാസർഗോഡാണ്. ഇപ്പോൾ ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇത്രയും കാറ്റഗറീസിൽ നോക്കിയാലും മെജോറിറ്റി കാറ്റഗറീസിൽ ലാസ്റ്റ് റാങ്ക് കയറിയിരിക്കുന്നത് കാസർഗോഡാണ്. അതിന് തൊട്ട് പുറകെ തന്നെ ഇതുണ്ട്, നമ്മുടെ വയനാടും ഉണ്ട്. വയനാട് ഏകദേശം നോക്കുകയാണെങ്കിൽ SCയുടെ അണ്ടറിൽ 11,314. കാസർഗോഡ് കയറിയിട്ടുണ്ടെങ്കിൽ 11,283. ഒട്ടും മോശമില്ല, അത് ബാക്കിൽ ചെയ്തിട്ടുണ്ട്, വയനാടുണ്ട്. അത് നിങ്ങൾ റാങ്കൊക്കെ കുറവില്ല ആൾക്കാരാണെങ്കിൽ പരമാവധി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ കോളേജസും കൊടുത്തിടാൻ. കാരണം നിങ്ങൾക്ക് അറിയാം സെക്കൻഡിലും തേർഡിലും പുതിയതായിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വിചാരിക്കണം. ഇനി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ആ കുട്ടി എന്ത് കൊടുത്തത്, ചോയ്സ് ഫില്ലിങ് കൊടുത്തതെങ്കിൽ ആ കുട്ടിക്ക് ഈ ഓപ്ഷൻ കിട്ടി, മഞ്ചേരി കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മഞ്ചേരി കിട്ടി വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ പിന്നെ ഇത്രയും ഓപ്ഷൻസ് എന്തായി പോയിട്ടോ, ഇത്രയും ഓപ്ഷൻസ് പിന്നെ പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ടോപ്പിൽ കൊടുത്ത ഓപ്ഷൻസ് മാത്രം ഫസ്റ്റ് എടുക്കുക. അതുകൊണ്ട് ഞാൻ സെൽഫ് ഫിനാൻസ് കൊടുക്കുന്നവരോടൊക്കെ പറയലെന്ത്, ഫസ്റ്റ് ഗവൺമെൻറ് കൊടുത്തിട്ട് പിന്നീട് സെൽഫ് ഫിനാൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് സെൽഫ് ഫിനാൻസ് നിങ്ങൾക്ക് ആദ്യത്തെ 4ാമത്തെ കോളേജ് കിട്ടിയാൽ അടിയത്തെ ഗവൺമെൻറ് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ എന്തായി ക്യാൻസലായി പോയി. അപ്പോൾ അങ്ങനെ ഒരു വരാതിരിക്കാൻ ഞാൻ പരമാവധി എല്ലാവരോടും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം വിചാരിക്കണം. അപ്പോൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് പറയുക. ഓക്കെ, ഇനി അടുത്ത പറയുകയാണെങ്കിൽ STയുടെ കാര്യമാണ്. STയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 18,000 തന്നെ, 18,220 അവിടെ കയറിയിട്ടുണ്ട് കാസർഗോഡ്. വയനാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 17,263 വയനാട് STയുടെ അണ്ടറിൽ കയറിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് EWയുടെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 3,256. EWSൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 3,256, അതും കാസർഗോഡാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാന്ന് വെച്ചാൽ കാസർഗോഡ് അത്യാവശ്യം ലാസ്റ്റായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോയ്സ് ഫില്ല് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തവരാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഓരോ കാറ്റഗറീസിൻ്റെ. ഇനി അടുത്ത അതർ കാറ്റഗറീസ് പറയാം, ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർ, അതേപോലെ DM, PD അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്, അവരുടെ റാങ്കും കൂടി പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കണം, ഞാൻ അതും കൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ നോക്കുമ്പോൾ DAൻ്റെ അണ്ടറിൽ ഈ കാര്യമായിട്ടാണ് നോക്കുന്നത്. DAൻ്റെ അണ്ടറിൽ 11,211, DMൽ 16,573, PDയിൽ 31,904, PTയിൽ 1, SDയിൽ 1,239, XSൽ 808. ഓക്കെ, അത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് എക്സ് സർവീസ്മാൻ്റെ റിസർവേഷനിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഐഡിയ കിട്ടാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ മാറ്റം വന്ന് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊവിഷണലി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത DAൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ 12,394, PD 31,722, PT 7, അത് എറണാകുളത്താണ്. ഇടുക്കിയിൽ നോക്കുമ്പോൾ CCയിൽ 4, PIയിൽ 4. അടുത്ത കോഴിക്കോട് നോക്കുമ്പോൾ CCയിൽ 1, DL 5,583, PDയിൽ 19,851, PIയിൽ 2, SDയിൽ 438, XSൽ 170. അടുത്ത കൊല്ലത്ത് നോക്കുമ്പോൾ PDയിൽ 32,506, PTയിൽ 8, ഫിസിക്കൽ ഡിസബിലിറ്റിക്കാരിൽ 32,506 അവിടെ കയറിയിട്ടുണ്ട്, കൊല്ലത്ത് കയറിയിട്ടുണ്ട്. അടുത്ത കണ്ണൂർ നോക്കുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി 32,227, PT 6.
അടുത്ത കോട്ടയം നോക്കുമ്പോൾ CC 2 DA 10,272, DK 26,563, PD 28,276, PT 4, XS 552. അടുത്ത മഞ്ചേരി നോക്കുമ്പോൾ DA 12,967, PD 30,168, PT 9, XS 941. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എക്സ് സർവീസ്മാൻ്റെ റിസർവേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കയറിയത് ഇതുവരെ കണ്ടതിൽ മഞ്ചേരിയാണ്. അടുത്ത് നോക്കുമ്പോൾ പത്തനംതിട്ട നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ PD 33,544, PI 6. അടുത്ത തൃശ്ശൂർ DA 10,169, PD 30,246, PI 3, XS 606. അടുത്ത ട്രിവാൻഡ്രത്ത് നോക്കുമ്പോൾ DA 9,475, DK 24,570, NQ 11,614, PD 25,301, PI 1, XS 366. അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് നോക്കാം, PD 30,792. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ PD ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് കയറിയിരിക്കുന്നത് 33,544 എവിടെ കയറിയിട്ടുണ്ട്, പത്തനംതിട്ട കോളേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുണ്ട്, ചെറിയ വേരിയേഷൻസേ വരാറുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനും MCC NEET 2026 CE റിലേറ്റ് ചെയ്തുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ചാനലിൽ വന്നിട്ട് കമൻറ്റിൽ നിങ്ങൾ ഹെൽപ്ഫുൾ ആയി എന്ന് പറയുക. അതേപോലെ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രൊഫഷണലി സീറ്റ് കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക സീറ്റ് കിട്ടിയെന്ന്. ഓക്കെ, അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു. കാരണം എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ബിക്കോസ് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ പ്രൊഫഷണലി ഈ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, താങ്ക്